നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നതാണ്. എനിക്ക് മെസ്സേജസ് വന്നു, അത് റീഡിംഗ് എടുക്കണം. 2 പേരാണത് നിർബന്ധമായിട്ട് പറയുന്നത്, അവർക്ക് എന്തായാലും അറിയണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റീഡിംഗ് എടുക്കാൻ പോവുകയാണ്. എനിക്ക് അത് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അവർ ചോദിച്ചുകൊണ്ട് ഒന്നും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജിയാണിത്. 1, 2, 3. പിന്നെ നമ്മൾ ചോദിക്കുക, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് എന്താണ് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് എന്താണ് ഫീലിങ്സ്, പിന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 ഇത് അവരുടെ ഓവറോൾ എനർജിയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം നമുക്ക് ഇന്നലത്തെ റീഡിങ് കുറച്ച് ബഹളമായിരുന്നു. പൂച്ചയുടെ കാര്യം എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഈ ആഴ്ച കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച അവസാനം തുടങ്ങി. അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ റീഡിങ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഡിലേ വരും. അതെന്നിട്ട് ഇന്നലെ 2 കൽപ്പിച്ച് റീഡിങ് എടുത്തപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. ഇന്ന് ദൈവമേ ഒന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതി, കറക്റ്റായിട്ട് റീഡിങ് എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയും നമുക്കറിയില്ല എന്താണെന്ന്. എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ, അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. രണ്ട് കാർഡാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2 കാർഡ്. ഇത് 1ാമത്തെ കാർഡ് പറയുന്ന ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറെ ഭയമുണ്ട്, കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോ നിങ്ങള് മെയിൽ വെലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ട മനസ്സുള്ള ആളുകള്, അവരിൽ നിന്ന് നിങ്ങളുടെ രക്ഷക്കായിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. 2ാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആൾക്കാരോട് സൗമ്യമായിട്ട് സംസാരിക്കണം എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് 2 മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഇപ്പോ ലവ് ആണ്, ഏസ് ഓഫ് കപ്സ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള? എന്തായാലും ഇവരൊരു ലവ് ഓഫർ കിട്ടിയിട്ട് അത് സ്വീകരിച്ചു. ആരാണോ കൊടുത്തത്, ആരാണോ സ്വീകരിച്ചോ അറിയില്ല. എന്തായാലും 2 പേരും തമ്മിൽ ഭയങ്കര ലവ് ആണ്. ഇത് മനസ്സാകുന്ന ആ ചഷകത്തിൽ നിന്നിങ്ങനെ വീഴുന്നുണ്ട്. ഇത് സ്നേഹമാണ്. അപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ നോക്കാം, നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ കാണും. എന്തായാലും ഇതാണ്, സ്നേഹമാണെന്നാണ് പറയുന്നത്. ഭയങ്കര സ്നേഹമാണ്, പുതിയ റിലേഷൻഷിപ്പ് ആണിത്, ഇമോഷണൽ ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് സോഡിയാക് സൈൻ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണിത്? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള മദർ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. മദർ ഓഫ് സ്വേർഡ്സ് മാരീഡ് ആണ്. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യത്തിന് നിലകൊള്ളുന്ന ഒരു എനർജിയാണ്. അവർക്ക് അവരുടേതായ
അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു മടിയുമില്ലാത്ത വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് അവര്. അങ്ങനെ പെട്ടെന്നൊന്നും കുലുങ്ങില്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ. മനസ്സിലായോ? വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായ എനർജിയാണത്. രണ്ടാമത്തത് 10 of Wands റിവേഴ്സ് ആണ്. 10 of Wands അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ബേർഡൻ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. ഇത് റിവേഴ്സ് വരുമ്പോ ചിലപ്പോ ഈ സിറ്റുവേഷൻ ഒരു ബേർഡൻ ആയിട്ട്, ചിലപ്പോ വിവാഹം കഴിച്ച രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ വരുമ്പോൾ അതൊരു ബേർഡൻ ആയിട്ട് മാറും. അതും കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവർ രണ്ടുപേരും മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് ആവാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇതിൽ ഡിവോഴ്സ്ഡ് അല്ല, റിലേഷൻഷിപ്പിലാണ് എപ്പോഴും. അപ്പൊ അതിനിടയിലാണ് ഒരു തേർഡ് പാർട്ടി കയറിയേക്കുന്നത്. അപ്പൊ അതൊരു സമയം വരെ അവർക്കൊരു തലവേദന ആയിരുന്നു. പക്ഷെ ഇപ്പോ അതൊരു തലവേദനയല്ല. ഇപ്പോഴും അവരും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലാരാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് ഓഫർ കൊടുത്തതെങ്കിൽ ആദ്യം തേർഡ് പാർട്ടി അത് റിജക്ട് ചെയ്തെങ്കിൽ ഇപ്പൊ അവർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ തേർഡ് പാർട്ടിയാണ് ഓഫർ കൊടുത്തതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആദ്യം അതിന് ചെവി കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. എന്തായാലും അതിനകത്ത് കുറെ വേദനകൾ ഉണ്ടാവും. ഈ റീഡിങ്ങിൽ കുറെ വേദനകൾ ഉണ്ടാവും. അപ്പോ ഇതിൽ കൂടെ പോണവരാണ് ഈ റീഡിങ് കാണുന്നത്, ഈ സിറ്റുവേഷനിൽ കൂടെ. അപ്പോ നെഞ്ച് ഭയങ്കര കനം വരുന്ന നെഞ്ചിന്. അപ്പോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കണ്ടോ, ഈ കാർഡ് തന്നെ ഇവിടെ വന്നു. അപ്പൊ തേർഡ് പാർട്ടിക്ക് നിങ്ങളോട്, നിങ്ങളുടെ പേഴ്സണിന്റെ ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സണിന്റെ ഓഫർ അത്ര വലിയ അവർ ഇൻട്രസ്റ്റ് എടുത്തില്ല. പക്ഷേ ഇത് ചിലപ്പോൾ അവര് ഒട്ടും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ഇപ്പൊ അവര്. മനസ്സിലായി? അവർക്ക് ഒരു ഫ്രീഡം ഇല്ല, അവരൊട്ടും ഹാപ്പി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ ഓഫർ ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. അവർക്കൊരു റിലാക്സേഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട്. ആദ്യം അവരൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടായിരുന്നില്ല, കാരണം അവർ തേർഡ് പാർട്ടി കണക്ഷന് എഗെയിൻസ്റ്റ് ആണ്. മനസ്സിലായോ? പക്ഷേ ഈ അവരുടെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഇപ്പോഴുള്ള കറന്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി, അപ്പൊ ഒട്ടും ഹാപ്പി അല്ലാതെ വളരെ ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്. അപ്പൊ കുറച്ചൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇവര്, അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവര് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവര് ഹാപ്പിയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട്. അതാണ് നിങ്ങളുടെ പേഴ്സണോടുള്ള അവരുടെ ഫീലിങ്സ്, ഇപ്പോഴത്തെ ഫീലിങ്സ്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? 3 കാർഡാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ തേർഡ് പാർട്ടിക്ക് ഓഫർ കൊടുത്തത് കേട്ടോ. പക്ഷെ ലവ് ഓഫർ അല്ല നിങ്ങളുടെ പേഴ്സൺ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ചിലപ്പോൾ സഹതാപമായിരിക്കാം. അപ്പൊ ഇവരെ ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു സ്നേഹബന്ധത്തിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് സ്നേഹമില്ല. പക്ഷെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമാണ്. നിങ്ങളുടെ പേഴ്സൺ വെറും ഫിനാൻഷ്യൽ ഹെൽപ്പാണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ലവ് ഓഫർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കള്ളത്തരം. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഇവിടെ ലവിന്റെ ഒരു ഇതല്ല, പേഴ്സണ് ഇവര് സിംഗിൾ എനർജി ആണെന്നാണ് കാണിക്കുന്നത്. ഇവര് ചിലപ്പോൾ ഡിവോഴ്സ്ഡും എല്ലാം ആയിരിക്കാം. അപ്പോ നിങ്ങളുടെ പേഴ്സണ് കുറച്ചൊരു പ്ലെയർ എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇവരുമായിട്ട്, നിങ്ങളുടെ പേഴ്സണ് ഒരു റിലേഷൻഷിപ്പ് അല്ല, പല റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതില് ഒരെണ്ണം മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ആൾക്കാരെ സഹായിക്കും. ചിലപ്പോൾ അവരുമായിട്ടുള്ള സ്നേഹബന്ധമല്ല, അല്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കള്ളത്തരമുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് അപ്പൊ തേർഡ് പാർട്ടി കുറെ നിങ്ങളുടെ പേഴ്സണെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ആ ഓഫർ സ്വീകരിച്ചിട്ടുണ്ട്.
മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഇപ്പോൾ ഒരുമിച്ച് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയോട് സ്നേഹമില്ല. വെർഗോ പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോറി, കണ്ടോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്താന്ന് മനസ്സിലാവണില്ല. റീഡിങ് എടുക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങളാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ക്യാമറ മറിഞ്ഞു വീഴുന്നു, എന്തോ സമയം എന്തോ പ്രശ്നമുണ്ട്. എനിക്കറിയില്ല, എന്തെങ്കിലും അത് റീഡിങ് എടുത്ത് നോക്കണം. ഞാൻ എൻ്റെ റീഡിങ് ഒരിക്കലും എടുക്കാറില്ല, മനസ്സിലായോ? ഇപ്പൊ ഒരു കാര്യം ഇല്ലാണ്ട് ആ ക്യാമറ അങ്ങനെ തന്നെ മറിഞ്ഞു വീഴുകയുണ്ടോ? എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നോക്കാം എവിടം വരെ പോകും നോക്കാം നമുക്ക്. അപ്പോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, തേർഡ് പാർട്ടി വളരെ സ്ലോ ആയിട്ട് പ്രതികരിക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവര്, ഭയങ്കര കൺസർവേറ്റീവ് ആണ്. അപ്പൊ അവര് നിങ്ങളുടെ പേഴ്സൺ പുറകെ നിന്നപ്പോ കുറെ അവര് റെസിസ്റ്റ് ചെയ്തു നിങ്ങളുടെ പേഴ്സണെ. പക്ഷെ അവർക്കൊരു ചിന്തയുണ്ട്, നിങ്ങളുടെ പേഴ്സണും അവരും തമ്മിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ട്. അവരെത്ര ഒഴിവാക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒഴിവായി പോകുന്നില്ല, മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് അവരിപ്പോ നിങ്ങളുടെ പേഴ്സണെ എന്നാ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരിത്. അപ്പൊ ഇവർക്ക് ഉള്ളിൽ ഇവര് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് തന്നെ, മനസ്സിലായി? ചിലപ്പോൾ ഇത്രയും ഇവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. ഇതുവരെ അങ്ങനെ ആരും കൊടുത്തിട്ടില്ലായിരിക്കും അറ്റൻഷൻ. അപ്പൊ ഇവര് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പൊ ഇതൊരു കാർമിക് സിറ്റുവേഷൻ. ഇത് ഇങ്ങനെ വരാനുള്ളത്, ഇത് വിധിയുടെ ഒരു ഇതാണ്. ഇങ്ങനെ വരാനൊരു വിധിയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സാധാരണ ഇവർ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയി പെടാത്തൊരു തേർഡ് പാർട്ടിയാണ് കേട്ടോ. അവരെല്ലാത്തിൽ നിന്നും വളരെ സ്ട്രോങ്, ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇവരങ്ങനെ അറ്റാച്ച്ഡ് ആക്കാൻ ആർക്കും പറ്റാറില്ല. പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവര് അതെല്ലാം ഫൈറ്റ് ചെയ്ത് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണിന്റെ കാര്യത്തിൽ വന്നപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സണെ എതിർക്കാൻ പറ്റിയില്ല. കുറെ റെസിസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പെർസിസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു വിധിയുണ്ട്, ഇവര് തമ്മിൽ കൂടാനുള്ള ഒരു വിധിയുണ്ട്, ഈ സിറ്റുവേഷൻ വന്നേ തീരുവുള്ളൂ എന്നൊരു വിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവര് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത്. അവർക്ക് മനസ്സിലറിയാം ഇത് എപ്പോഴത്തേക്കുമല്ല റിലേഷൻഷിപ്പ് അല്ല, എന്നേക്കുമുള്ളതല്ല, ഇത് തൽക്കാലത്തേക്കുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് അവർക്ക് അറിയാം. ഇത് വന്നു പോയേ പറ്റുള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ് അവർ റിലേഷൻഷിപ്പിൽ കയറിയേക്കുന്നത്. ഏരീസ്, ജെമിനി, സ്കോർപിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ. നിങ്ങളുടെ പേഴ്സണൽ ഉദ്ദേശം എന്താണ്? പേഴ്സണൽ ഇവർ സ്നേഹമൊന്നുമില്ല, ഫിനാൻഷ്യൽ ഹെൽപ്പാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വേറെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പോടുള്ള ശരിക്കുള്ള ഉദ്ദേശം എന്താണ്. നിങ്ങളുടെ പേഴ്സൺ ഇവരോട് എന്താ പറയാ, അങ്ങനെ ഇവരെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് സഹായത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അന്യായമായിട്ടുള്ള ഒരു വഴിയല്ല നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവരെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരോട് സഹതാപമുള്ളത് കൊണ്ടാണ്. അവർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് കൊണ്ടാണ്. ഇത് ന്യായമാണ് കാണിക്കുന്നത്, അന്യായമായ ഒരു പ്രവൃത്തിയല്ല നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണ്, അവർക്ക് ആരും സഹായിക്കാനില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ആഗ്രഹിക്കുന്നൊന്നുമില്ല കേട്ടോ. തേർഡ് പാർട്ടി കണക്ഷൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ തേർഡ് പാർട്ടിയോട് കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രം കേട്ടോ, അല്ലാതെ അതുകൊണ്ടുള്ള കണക്ഷനാണ്. അപ്പൊ തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടി ആദ്യം റെസിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നേരത്തെയും ഇപ്പോഴും തേർഡ് പാർട്ടിയെ സ്നേഹിക്കുന്നില്ല, അവരെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ പ്ലെയർ ഒന്നുമല്ല കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് തേർഡ് പാർട്ടിയെ, അല്ലാതെ നിങ്ങളുടെ പേഴ്സണ് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഇതൊരു കൺഫ്യൂസ്ഡ് റിലേഷൻഷിപ്പാണ്. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ആ കണക്ഷൻ ഇല്ല. പക്ഷെ എന്നാലും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരെ സഹായിച്ചേ പറ്റുള്ളൂ. ഇത് ചിലപ്പോൾ ചാരിറ്റിയുടെ വല്ലതും ആണല്ലോ,
നോൺ എന്താ പറയുക, എന്തെങ്കിലും NGO വല്ലതും ആണോ നിങ്ങളുടെ പേഴ്സൺ നടത്തുന്നുണ്ടോ? അപ്പം അവിടെയുള്ള ഒരു തേർഡ് പാർട്ടി ആണോ ഇത്? പക്ഷെ അവര് വഴിതെറ്റി. ഇപ്പൊ നമ്മള് മോഹൻലാൽ ഡോക്ടറായിട്ടുള്ള അമലയുടെ ആ സിനിമ കാണുമ്പോൾ ഒരു ഡോക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതൊരു സ്നേഹം ഡെവലപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോട് പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. Pisces, Taurus, Leo, Aquarius, Scorpio, Virgo, Libra, Aries, Gemini, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതാണ്. Virgo, Pisces, Scorpio, അപ്പോൾ ആദ്യത്തെ റീഡിംഗ് ഇതാണ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ റീഡിംഗ് രണ്ടാമത്തെ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് ഭഗവാനെ. അവരിപ്പോൾ എന്താണ് അറിയേണ്ടത്? അവർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെന്താണ് അറിയേണ്ടത് ഭഗവാനെ? ക്ഷമിക്കാൻ ശീലിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാർഡേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കാർഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ക്ഷമിക്കാൻ ശീലിക്കണം. അതുപോലെ തന്നെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടും നമ്മൾ ക്ഷമിക്കാൻ. നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറും. അപ്പോൾ നമ്മളെ തന്നെ പഴിക്കും, അത് പാടില്ല. അപ്പോൾ മറ്റുള്ളവരെയും അതുപോലെ തന്നെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ മാത്രം കാണാതെ അതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കാണുക. ഈ ഒരു പാട്ട്, നാടൻ പാട്ടാണ് അത്. അതിനകത്ത് കേട്ടോ നാട്ടാരെ നിങ്ങൾ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ മണിച്ചേട്ടൻ പാടിയ പാട്ടാണ്. അയ്യോ, ഞാൻ കരഞ്ഞു അത് കേട്ടിട്ട്. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടത്. ഭയങ്കര സങ്കടം വന്നു. അപ്പം എനിക്ക് തോന്നി ഒരു കുഞ്ഞിൻ്റെ എന്ന് വെച്ചാൽ കുഞ്ഞറിയുന്നില്ല. പക്ഷെ അവൻ്റെ ആ സിറ്റുവേഷനാണ് ലോകത്തെ ഏറ്റവും വലിയ ദുഃഖകരമായ സിറ്റുവേഷൻ എന്ന് എനിക്ക് തോന്നിയത്. മനസ്സിലായോ? അപ്പം നമ്മളുടെ പ്രശ്നങ്ങളിലാണ് ഈ നിൽക്കുന്നത്. പക്ഷെ നിസ്സഹായരായ മനുഷ്യരുടെ ആ ഒരു ദുഃഖം, അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞാണത്, മനസ്സിലായി? അങ്ങനത്തെ ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമ്മളുടെ ദുഃഖങ്ങൾ ചില സമയത്ത് അത് ഒന്നുമല്ല അവരുടെ ദുഃഖത്തിന് മുമ്പിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമ്മളെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി വരിക. ഓ, നമ്മളെ ദൈവം കൈവിട്ടിട്ടില്ലല്ലോ, ഇത്രയും പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ ഒരു ആശ്വാസം, മനസ്സിലായോ? അതാണ്. നിങ്ങൾക്ക് വേറൊരു തരത്തിലും പോസിറ്റിവിറ്റി കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുക. അങ്ങനെതാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഓവറോൾ എനർജിയാണ് ഞാൻ നോക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു വെറുതെ ഒരു ടൈം പാസിനുള്ള റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ. രണ്ടുപേരും ഒരുപോലെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരാൾ ഈ ഒരു മെന്റാലിറ്റിയാണ്, വെറുതെ തമാശക്കുള്ള റിലേഷൻഷിപ്പാണിത്. നൈറ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി മൂവ് ചെയ്ത് പോകുന്ന, അഡ്വെഞ്ചർ ലവ് ചെയ്യുന്ന, എക്സൈറ്റ്മെന്റ് വേണ്ട ഒരാളാണ്. അപ്പൊ ഈ പേഴ്സൺ ട്രാവലറാണ്, യാത്ര ചെയ്യുന്ന ആളാണ്, പല സ്ഥലത്തും റിലേഷൻഷിപ്പ് വെക്കുന്ന ആളാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ഈ തേർഡ് പാർട്ടി കണക്ഷനും. തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ കണക്ഷനും ഇത് തന്നെയാണ്. കൺഫ്യൂഷൻ, റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ആണ്. ഇവിടെ വലിയ ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ റിലേഷൻഷിപ്പ് അല്ല. ഇതിങ്ങനെ വഴിയിൽ കിടന്ന് കിട്ടിയ റിലേഷൻഷിപ്പ് പോലെയാണ് കേട്ടോ. അത്ര സീരിയസ് ഒന്നുമല്ല. അക്വയറിയസ് സോഡിയാക് സൈൻ ആണത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം.
തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? അടിപൊളി. അതിവിടെ ഒരു ഷെയറിംഗ് കാർഡ് കണ്ടോ? 6 ഓഫ് പെന്റക്കിൾസ് ആണ് കണ്ടോ? 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ്. ഇവിടെ സ്റ്റാർ കാർഡാണ്. ഇതൊരു വെറും ഒരു ആരാധനയാണോ എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരു ആരാധന. നമ്മള് പാട്ട് പാടുന്നവരോട്, അഭിനയിക്കുന്നവരോടൊക്കെ നമുക്കൊരു ആരാധന തോന്നും. പക്ഷെ ആ റിലേഷൻഷിപ്പ് അതൊരു ഇതിലേക്ക് പോവില്ല. താൽക്കാലികമായിട്ടുള്ള വലിയ പൈസയുള്ള ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വലിയൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, പാട്ടുകാരിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, പാട്ടുകാരി തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഫേമസ് ആയ ആളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ഇവിടെ. അല്ലാതെ ഇതൊരു സ്നേഹത്തിലേക്ക് പോകുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് സ്റ്റാർ കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റിവേഴ്സ് വന്ന സ്റ്റാർ കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റാർ ആണോ? മനസ്സിലായി? ഇത് ലാസ്റ്റ് ചെയ്യില്ലെന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അറിയാം. അപ്പോ താൽക്കാലികമായിട്ടുള്ള ഒരു എന്താ പറയാ നമ്മൾ പറയില്ലേ, പൈസ ആകുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനേ ഉള്ളൂ ഇത്. ചിലർക്ക് അങ്ങനെയുണ്ട്. വെറുതെ തമാശക്ക് ഒരു റിലേഷൻഷിപ്പ്, എങ്ങോട്ടും എത്താനൊന്നും പോകുന്നില്ല. ഇവിടേക്ക് അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് സ്ട്രെസ് ഉണ്ട്, ഇത് അവസാനിക്കാൻ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി ഇത് അവസാനിപ്പിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരു അവസാനം ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ട് ഇവിടെ കേട്ടോ. കാരണം ഈ തേർഡ് പാർട്ടി ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്റ്റിംഗ് കെയറിങ് ഒരു എനർജിയാണ്. അപ്പൊ ഈ പേഴ്സൺ ഒരു ഫാമിലി ഉണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെറും ടൈം പാസ് ആണ് കേട്ടോ. അത് വളരെ ക്ലിയർ ആണെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി അത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ക്ലിയർ ആയിട്ട് തേർഡ് പാർട്ടിയോട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് രണ്ടുപേർക്കും വളരെ ക്ലിയർ ആണ്. ഇവിടെ വെർഗോ, പൈസസ് ഉണ്ട്, സ്കോർപിയോ, അക്വേറിയസ് കേട്ടോ. ഇനി നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ലവേഴ്സിന്റെ ഫീലിങ്സ് ആണ്. ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ സ്റ്റക്കാണ്. തേർഡ് പാർട്ടി പ്ലെയർ എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് വളരെ സീരിയസ് ആണ് കേട്ടോ. ലവർ ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ. വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേക്കാണ്. ഈ റിലേഷൻഷിപ്പ് ഞാൻ ഏതിലും വിടില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. കാരണം 4 ഓഫ് പെന്റക്കിൾസ് ആണ്, വളരെ പിശുക്കുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സന്റെ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടിയായിട്ട് ഷെയർ ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അത് വളരെ പരസ്യമായ ഒരു രഹസ്യമാണ്, നിങ്ങൾക്കും അറിയാം ചിലപ്പോൾ അത്. ഇവിടെ 7 ഓഫ് വാൻഡ്സ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ആരെന്ത് തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യും. അത് വളരെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്, മനസ്സിലാവുണ്ടോ? അവരെ ഒന്നും പറയാൻ നിങ്ങളുടെ പേഴ്സൺ സമ്മതിക്കില്ല. ജെമിനായ്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ക്യാൻസർ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. ലവേഴ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ, അവരൊരു ലവർ ആയിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? മൂൺ കാർഡാണ്. തേർഡ് പാർട്ടിക്ക് അവരുടെ സിറ്റുവേഷൻ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തതെന്ന് അവർക്ക് വളരെ ഇതായിട്ട് അറിയാം. അപ്പോ ഇവർക്കൊരു എന്താ പറയാ, ഇവർക്കൊരു ശരിക്കും പറഞ്ഞ ടൈം പാസ് ആണ് നിങ്ങളുടെ പേഴ്സൺ, മനസ്സിലായോ? ഒരു ഇല്യൂഷൻ ആണ്. വെറുതെ ഇവര് ഇൻവോൾവ് അല്ല കംപ്ലീറ്റ്ലി. അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരെ വെറുതെ എന്റർടൈൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒന്നുമല്ല. അതാണ് ഇവിടുത്തെ രസം. അവർ ഭയങ്കര സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്. ആണായാലും പെണ്ണായാലും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പുറകെ നടക്കുന്നത് ഭയങ്കര സീരിയസ് ആണ്, ഇഷ്ടമാണെന്ന് അവർക്കറിയാം. പക്ഷെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ആ ഫീലിങ്സ് ഇല്ല. തേർഡ് പാർട്ടി വളരെ ബാലൻസ്ഡ് ആണ്. സാജിറ്റേറിയസ് ആണ്. തേർഡ് പാർട്ടി വളരെ ബാലൻസ്ഡ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു ഉദ്ദേശവും ഇല്ല നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പില്. കാരണം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് സ്നേഹമാണെന്ന കാര്യം തേർഡ് പാർട്ടിയെ ബാധിക്കുന്നില്ല ഒരു തരത്തിലും. അതാണ് ഇവിടെ. സാജിറ്റേറിയസ്, ക്യാൻസർ, സോഡിയാക് സൈൻ ആണത്. നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം എന്താണ്? പേഴ്സൺ കുറച്ച് കൂടുതൽ ഉദ്ദേശമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങളുടെ
നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട്, തേർഡ് പാർട്ടി ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് നമുക്ക് അഡ്വൈസ് തരുന്ന ഒരു എനർജി. അത് തന്നെ ചിലർക്ക് ആശ്വാസമാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഉള്ള ക്ഷമയുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ 2 വാക്ക് തിരിച്ചു പറയുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഓക്കെ, ഇത് അഡ്വൈസിന് വേണ്ടി വന്നേക്കുകയാണ്, അതുകൊണ്ട് തുടങ്ങുമ്പോഴേ എനിക്കറിയാം എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ മറുപടി പറയും. അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ. ആർക്കും കേൾക്കാൻ സമയമില്ല. തേർഡ് പാർട്ടി പക്ഷെ വളരെ നന്നായിട്ട് കേൾക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി അവർക്ക് കൊടുക്കുന്ന ആ അറ്റൻഷൻ, തേർഡ് പാർട്ടിക്ക് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ആ അറ്റൻഷൻ കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആക്ച്വലി. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് കുറേ വേദനകളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ നിങ്ങൾ താല്പര്യപ്പെട്ടിട്ടും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തായിരിക്കാം, മനസ്സിലായി. പക്ഷെ തേർഡ് പാർട്ടി അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് കേട്ടിട്ട് അതിനുള്ള സമാധാനവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അറ്റാച്ച്മെന്റ് വന്നപ്പോൾ ഇവരത് സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? തേർഡ് പാർട്ടി ഇല്ലാതെ നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. അപ്പൊ ഇത് സ്നേഹമാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ കാപ്രിക്കോൺ ആണ്. കാപ്രിക്കോൺ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് വെച്ചാല്, കാപ്രിക്കോൺ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. കാപ്രിക്കോൺ നമ്മൾ അങ്ങോട്ട് അഡ്വൈസ് ചോദിച്ചു, നമ്മൾ കാര്യമായ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കാപ്രിക്കോണ് നമ്മുടെ പ്രശ്നങ്ങൾ ബാധിക്കുന്നില്ല. പക്ഷെ ഒരിക്കലും അവര് നമ്മളെ മീൻസ് ഒഴിവാക്കില്ല. എല്ലാവർക്കും സമാധാനം അഡ്വൈസ് കൊടുക്കാനും, അത് തെറ്റായ അഡ്വൈസ് അല്ല, കാര്യപ്രാപ്തിയുള്ള ആളുകളാണ്. അപ്പൊ അവർ കറക്റ്റായ അഡ്വൈസ് കൊടുക്കും. മനസ്സിലായി? അങ്ങനത്തെ ആളുകളാണ്. അപ്പൊ ആരെങ്കിലും അവരോട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാല് അവർ സഹായിക്കും. പക്ഷെ പ്രശ്നം എന്താന്ന്, കുറച്ചൊരു ഡെവലിഷ് എനർജി ഉണ്ട് കാപ്രിക്കോണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാല് അതിനിടയിൽ അവര് ചില മുതലെടുപ്പുകൾ നടത്തും. പക്ഷേ അത് നമ്മൾ സ്നേഹമായിട്ട് തെറ്റിദ്ധരിച്ച് അവരോട് ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പണി കിട്ടും. അപ്പൊ ഈ കാപ്രിക്കോൺ ഡിറ്റാച്ച്ഡ് ആണ്. കാപ്രിക്കോൺ ആവണം എന്നില്ല. ഇവിടെ ജെമിനായി ഉണ്ട്, കാപ്രിക്കോൺ വേറെ പറയും, സ്കോർപിയോ, കുറെ സോഡിയക്സ് ഉണ്ട്. ഞാൻ ഈ ഡബിൾ എനർജി ഇവിടെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പോ ഡിറ്റാച്ച്ഡ് ആണ് കാപ്രിക്കോൺ. ഈ നിങ്ങളുടെ ലൈഫ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് അറിയില്ല. പേഴ്സൺ വിചാരിക്കുന്നത് പേഴ്സൺ സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് പേഴ്സൺ അവിടെ ചെല്ലുന്നത്. അപ്പൊ തേർഡ് പാർട്ടി കൊടുക്കുന്ന സിമ്പതി സ്നേഹമായിട്ടും കൺസിഡറേഷനുമായിട്ടുമാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ തേർഡ് പാർട്ടി എല്ലാവരോടും ഇതുപോലെയാണ് പെരുമാറുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടിയെ കീഴ്പ്പെടുത്താം എന്നുള്ള ഉദ്ദേശമാണ്. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ പേഴ്സൺ തെറ്റിദ്ധാരണയിൽ ഇരിക്കുകയാണ്. കാപ്രിക്കോൺ ജെമിനായി ആണ് ഇവിടെ സോഡിയക് സൈൻ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ടീം വർക്കാണ്. ഇപ്പോഴും ഇവര് സഹകരണ മനോഭാവത്തോടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവർ തമ്മിൽ പിരിഞ്ഞിട്ടില്ല, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. പക്ഷെ കാരണം തേർഡ് പാർട്ടിയുടെ മനസ്സ് വളരെ ക്ലിയർ ആണ്. പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ് തേർഡ് പാർട്ടി. എല്ലാവരും സഹായിക്കും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് മെന്റാലിറ്റിയാണ് തേർഡ് പാർട്ടിയുടെ. ഞാൻ 10 രൂപ കൊടുത്താൽ എനിക്ക് 5 രൂപയുടെയെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു ബിസിനസ് പേഴ്സണാലിറ്റിയാണ് തേർഡ് പാർട്ടി. പ്രതിഫലം ഒന്നുമില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ചാരിറ്റി നടത്തുന്ന ഒരാളല്ല, ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ബിസിനസ് നടത്തുന്നവരും ചാരിറ്റി നടത്തുന്നവരും 2 മെന്റാലിറ്റിയാണ്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി ബിസിനസ് നടത്തുന്ന ആളാണ്, ചാരിറ്റി അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ കണക്ഷൻ ഡെവലപ്പ് ചെയ്യണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല, സ്നേഹം കിട്ടാനും വേണ്ടിയിട്ടല്ല, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. കാരണം തേർഡ് പാർട്ടി ഒരു പ്ലെയർ എനർജിയാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ 2 പേരുടെയും ഉന്നം 2 ആണെന്ന് മാത്രം. ടോറസ്, ലീബ്ര, കാപ്രിക്കോൺ, ബാക്കി ഞാൻ സോഡിയക് സൈൻ എല്ലാം പറഞ്ഞതാണ് കേട്ടോ. കുറേയൊക്കെ നമ്മളുടെ മണ്ടത്തരമാണ് നമ്മൾ ഈ കുഴിയിൽ പോയി ചാടുന്നത്. കാരണം അവര് പറയുന്നതല്ല നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കുഴി ചെന്ന് ചാടും. എന്നിട്ട് അവരോട് കുറ്റം, അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അവര് ചാടിക്കുന്നതല്ല, നമ്മൾ തന്നെ ചെന്ന് ചാടുന്നതാണ്. ഓക്കെ, 3ാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. 3ാമത്തെ
രണ്ടാമത്തെ റീഡിങ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി. അപ്പൊ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ അവർക്കുള്ള മെസ്സേജ് തരണേ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ് തരണേ ഭഗവാനെ. അവർ ഈ സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്? അവർ ഈ സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്? ഒരു സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്? ഒരു ഷഫ്ലും കൂടി ചെയ്യാം. ഭഗവാനെ അവരെന്താണ് അറിയേണ്ടത്? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരെന്താണ് അറിയേണ്ടത്? എടുക്കാം അല്ലേ? കുറെ കാർഡ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ സിറ്റുവേഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ കൊള്ളില്ല, അതുകൊണ്ട് നിങ്ങളത് ത്യജിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഡിവൈൻ ടൈമിങ്ങിലേ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാത്തിനും സമയമാകണം എന്ന് വല്ല ആ സമയം വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോ ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ മൂന്ന് കാര്യങ്ങളിൽ കാർഡും കണക്റ്റഡ് ആണ്. ഡിസ്ട്രോയർ, ആ കാര്യങ്ങൾ വരുമ്പോൾ, ആ ഒരു സാധനം നിങ്ങൾ ത്യജിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് കുറെ നാശങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കും, വളരെ നഷ്ടബോധം ഉണ്ടാവും. പക്ഷെ എന്നാലും നല്ല പോസിറ്റീവായ കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. പിന്നെ മറ്റുള്ള പുറത്തു നിന്നുള്ള എനർജീസ് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഓം എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. വേറൊരു കാർഡ് വന്നേക്കുന്നത് ഇവിടെ, നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ ഇടവരുകയാണെങ്കിൽ നമ്മൾ എക്സൈറ്റഡ് ആവും, പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുക, വീട് മാറുക. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധ വയ്ക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാർഡ്സ് ആണ് കണ്ടത്. അപ്പൊ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? 3 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ്. ഇവര് ഒരുമിച്ചിരുന്നിരുന്ന രണ്ട് എനർജി, ചിലപ്പോൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം ഇവിടെ വന്നത് എന്തോ. അപ്പോ പക്ഷെ ഇവര് തമ്മിൽ ഇപ്പോ അകന്നിരിക്കുകയാണ്. ചില സമയത്ത് ഇവിടെ എന്താ എനിക്ക് തോന്നുന്നറിയോ, ആദ്യം പുതിയതായിട്ട് വിവാഹം കഴിച്ച 2 പേര് ജോലി ട്രാൻസ്ഫർ ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരാൾക്ക് ആ ഓഫീസിലുള്ള ആരോ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ വരുമ്പോ എന്ത് പറ്റുന്ന വെച്ചാല് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റേയാൾ അറിയാൻ ഇടവരും. അതൊരു തലവേദനയാവാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു പോണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വന്നത്, അങ്ങനെയാണ് എനിക്ക് അങ്ങനെയുള്ളൊരു തോന്നലാണ് വന്നത് മനസ്സിൽ. ഓക്കെ, 3 ഓഫ് പരീക്ഷിക്കരുത് പ്ലീസ്. ഓക്കെ, 3 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഹെർമിറ്റും, ഓക്കെ, ഹെർമിറ്റും 8 ഓഫ് സ്വേർഡ്സും ആണ്. അപ്പൊ എന്തോ ഒരാൾക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയ പോലെ, ഒരു ട്രാപ്പ് ചെയ്ത് പിടിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ തേർഡ് പാർട്ടിക്കാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്നറിയില്ല, ട്രാപ്പ് ചെയ്ത സിറ്റുവേഷനിൽ നിന്ന്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയോ ആരോ, ഈ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ്, ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരാള്. അപ്പൊ ഈ പേഴ്സണെ മറ്റേയാള് മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു, വളരെ ട്രാപ്ഡ് ആയ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ നിന്നൊരു വിടുതൽ കിട്ടിയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. വെർഗോ സോഡിയാക് സൈൻ ആണത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? 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 ഡെത്ത്,
എൻഡ്. ഒരു എൻഡ് ഓഫ് എ സൈക്കിൾ, ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനം ആണ്. ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നല്ല, മനസ്സിലായോ? ഒരാളെ മരിച്ചു പോവുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആവുക അല്ല. ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഇതൊരു റിലേഷൻഷിപ്പിന്റെ ഒരു പോസ് എന്ന് നമ്മൾ പറയില്ലേ, തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഇവിടെ ഒരു തൽക്കാലത്തേക്ക് നിന്നു. ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ തൽക്കാലം ഒരു പോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്നു നിങ്ങൾ തേർഡ് പാർട്ടി വിചാരിക്കുമ്പോൾ, തേർഡ് പാർട്ടി ഭയങ്കര നാർസിസിസ്റ്റിക് ആണ്, ഭയങ്കര ചെകുത്താനൊരു സ്വഭാവമുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. മനസ്സിലായി? എല്ലാത്തിലും എക്സ്ട്രീമായിട്ട് വെള്ളം അടിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് വെള്ളം അടിക്കുന്ന, ഡ്രഗ്സ് എടുക്കുന്ന, ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ അങ്ങേയറ്റത്തേക്ക് പോകുന്ന, പലരുമായിട്ട് ബന്ധം വെക്കുന്ന, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പൊ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ളത്, നിങ്ങളുടെ പേഴ്സൺ അവർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും അവർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല നിങ്ങളുടെ പേഴ്സണെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തൽക്കാലമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളുമായിട്ട് ചേർന്നേക്കുകയാണ്. മനസ്സിലായോ? പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ പുറകെ വരും. അതാണ് ഈ ഫീലിങ്സ് കാണിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ അകന്നിരിക്കുന്നതിൽ ഹാർട്ട് ബ്രേക്ക് ഒന്നുമില്ല. കാരണം അവർ ഇതിനകത്ത് ഇൻവെസ്റ്റഡ് അല്ല. അവർക്ക് താൽക്കാലികമായ ആവശ്യങ്ങളാണ്. സ്കോർപിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിക്ക് സ്നേഹമൊന്നുമില്ല നിങ്ങളുടെ പേഴ്സണോട്. ഓക്കെ, തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആവശ്യപ്പെട്ടപ്പോൾ തേർഡ് പാർട്ടി അത് റിജക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഷാറ്റേർഡ് ഡ്രീംസ്. ഇത് കണ്ടോ? വളരെ സ്നേഹം ഉണ്ടായിരുന്നു വെച്ചാൽ ഇവര് വിചാരിച്ചു ഇവരൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടിയുമായിട്ട്. പക്ഷേ അതുപോലെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായ സ്നേഹമായിരുന്നു. പക്ഷെ തുറന്ന് പറഞ്ഞപ്പോൾ തേർഡ് പാർട്ടി പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കണ്ടിരുന്നത് വളരെ പ്രൊട്ടക്റ്റീവും കെയറിംഗുമായിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് തേർഡ് പാർട്ടി തുറന്നു പറഞ്ഞു നിങ്ങളുടെ പേഴ്സണോട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന തേർഡ് പാർട്ടി ശരിക്കും മുതലെടുക്കുകയാണ് നിങ്ങളുടെ പേഴ്സണ് ചെയ്തത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ വളരെ നിരാശയാണ്. ഇപ്പൊ ഹാർട്ട് ബ്രേക്ക് വന്നേക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് വിട്ടിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി ഇനിയും നിങ്ങളുടെ പേഴ്സന്റെ പുറകെ വരും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. മനസ്സിലായോ? ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? പേഴ്സണൽ ഗോളാണ് അവർക്കുള്ള, മ്യൂച്വൽ ഗോൾ അല്ല. ഇവർ ഭയങ്കര ആരോഗന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആണായാലും പെണ്ണായാലും ഭയങ്കര സ്വാർത്ഥതയുള്ള എനർജിയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവര് അത് സ്വന്തമാക്കാൻ നോക്കും. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് സ്വന്തമാക്കാനല്ല, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം. അപ്പൊ ഇവരുടെ പേഴ്സണൽ ഗോളാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇവർക്ക് അവരുടെ ആവശ്യത്തിന് മാത്രമല്ല. തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ തേർഡ് പാർട്ടി ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് റിലേഷൻഷിപ്പ് അങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ടൊന്നും വേണമെന്നില്ല. പക്ഷേ ഇവര് നിങ്ങളുടെ പേഴ്സണെ വിടില്ല എന്നുള്ളൊരു വാശിയുണ്ട്. മനസ്സിലായി? കാരണം അവർക്ക് അവരുടെ ആഗ്രഹത്തിനെതിരായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യമുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം ലൈഫ് ലോങ്, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇനി വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നൊക്കെ വെറുതെ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമായിരിക്കാം വിവാഹം നടന്നിരിക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടി ഇതിൽ ഹാപ്പി അല്ല. സ്നേഹമുള്ളത് കൊണ്ടല്ല, അവരുടെ ഒരു സാധനം കൈവിട്ടു പോയി എന്നൊരു ചിന്ത, അവർ ട്രാപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു എനർജിയാണ്. അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു എനർജി. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഇതിലെ ഉദ്ദേശം എന്തായിരുന്നു?
നിങ്ങളുടെ പേഴ്സൺ ലോങ് ടേം പ്ലാൻ ആയിരുന്നു തേർഡ് പാർട്ടി, വളരെ പാഷനറ്റ് ആണ് തേർഡ് പാർട്ടി ആയിട്ട്. മനസ്സിലായോ? ഇവരെ തന്നെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ തന്നെ വിവാഹം കഴിക്കും തേർഡ് പാർട്ടി എന്ന വിശ്വാസത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ കുറെ പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷെ എല്ലാം നെഗറ്റീവ് വരുന്നത്. പക്ഷെ തേർഡ് പാർട്ടി അത് ചെയ്തില്ല. അപ്പൊ അതിന്റെ ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ ഞാൻ പോസിറ്റീവ് കാണിച്ചിട്ട് വഴക്കിന്റെ കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ ഇൻവെസ്റ്റഡ് ആണെങ്കിലും ഇതിന്ന് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിച്ചിരുന്നു തേർഡ് പാർട്ടിയായിട്ട്, പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഇവിടെ പക്ഷെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ തന്നെ ഇപ്പോഴും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ട്, പക്ഷെ ജീവിതത്തിൽ തൽക്കാലത്തേക്കില്ല, ഇനിയും വരും തേർഡ് പാർട്ടി. അപ്പൊ ഇവരുടെ മനസ്സിൽ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളും ഉണ്ട് തേർഡ് പാർട്ടിയും ഉണ്ട്, രണ്ടുപേരുണ്ട്. അപ്പൊ അതിനിടയിലുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. പൈസീസ് സോഡിയാക് സൈൻ ആണ്. എന്താണ് ഇപ്പോ ഈ കറന്റ്ലി നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള സിറ്റുവേഷൻ? ബേർഡൻ ആണ്, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി. അപ്പോ ഇത് ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോ ഇവിടെ ഇതൊരു ബേർഡൻ ആണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആണ്, അത് വിട്ടിട്ടില്ല. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും, ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഹോൾഡ് ഉണ്ട്. ഇതൊരു ടവർ മൊമെന്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ വഴിയുണ്ട് ഇവിടെ. കാരണം തേർഡ് പാർട്ടിയെ നിങ്ങൾ മീറ്റ് ചെയ്യും, അപ്പോഴാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കാം നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരാനാണ് ചാൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് അറിയാമായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം, അത് കഴിഞ്ഞു എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. പക്ഷേ തൽക്കാലത്തേക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഏരീസ്, സ്കോർപിയോ, പൈസീസ്, സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ കാണുന്നില്ല. ക്യാൻസർ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റീഡിങ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതാണ് തേർഡ് റീഡിങ്ങിന്റെ എൻഡ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് റീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അതിന് ദൈവത്തിന് നന്ദി. പിന്നെ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അറിഞ്ഞു നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.